ഹായ് ഹലോ അസ്സാമു അലൈക്കും. ഇന്ന് നമുക്കേ ഡ്രസ്സ് ഡിസൈൻ ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഒരു ഫ്രോക്കോ ഗൗണോ ഒക്കെ തയ്ക്കുമ്പോൾ നമുക്ക് യോക്ക് പാട്ടിൽ കുറച്ച് ഡിസൈനിങ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചുരിദാറിനാണെങ്കിലും എന്താണെങ്കിലും നൈറ്റി ആണെങ്കിലും നമുക്ക് ഈ മോഡലിലൊക്കെ ഡിസൈൻ ചെയ്യാം. കുറച്ച് സമയം എടുക്കും കേട്ടോ. നൈറ്റിയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മളിപ്പോൾ കസ്റ്റമർക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴേ ഒരുപാട് പൈസയൊന്നും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്താ പറയുക, കുറച്ചൊന്ന് എളുപ്പത്തിൽ ചെയ്യുന്ന പണികളല്ലേ നൈറ്റിക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഈ ടോപ്പിന് എടുത്തിട്ടുള്ളത് ഒരു അടിപ്പീസ്, അതേ സെയിം അളവിൽ കഴുത്ത് വെട്ടി ആയിട്ടുള്ളൊരു പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ സെയിം അളവിൽ, അതായത് ആ യോക്കിൻ്റെ സെയിം അളവിൽ തന്നെ എടുക്കാം. ലൈനിങ് ഇടുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് അടിച്ച് മറിച്ചെടുത്താൽ മതി. അഥവാ ലൈനിങ് ഇടുന്നതാണെങ്കിൽ ലൈനിങ് വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ അടിച്ച് മറിച്ചാൽ മതി, അല്ലെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യാം. ക്യാൻവാസ് വെച്ച് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ അടിപ്പീസ് ഫുള്ളായിട്ട് എടുത്തിട്ട് മറിച്ചെടുക്കണേ ആയിരിക്കും കേട്ടോ നല്ലത്. പിന്നെ നമ്മൾ യോക്ക് എത്രയാണോ ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ അതിനേക്കാളും കുറച്ചുകൂടി വലുതായിട്ട് എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് തയ്ച്ചൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ചൊന്ന് വെട്ടി ലെവലാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും 1 ഇഞ്ച് ഇറക്കവും 1 ഇഞ്ച് വണ്ണമൊക്കെ കൂട്ടിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മളിതിങ്ങനെ കഴുത്തടിച്ചതിന് ശേഷം അകത്തേക്ക് മറിച്ചിട്ട് പതിച്ചടിക്കണമെന്നൊന്നുമില്ല, നമുക്കൊന്ന് തേച്ചൊക്കെ എടുക്കാം. തേച്ചെടുത്താലും പതിച്ചടിച്ചാലും ഒന്നും ഒരു കുഴപ്പമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ പീസുകൾ വെച്ച് ഡിസൈൻ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും കാണില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് തേച്ചൊക്കെ എടുത്തിട്ട് വരാം. എനിക്ക് തേക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ തേച്ചിട്ട് വരാം കേട്ടോ. ഇനി ഈ പീസിലൊക്കെ നമുക്ക് ഒരു പാക്കിംഗ് വെച്ച് കൊടുക്കണം. അതെങ്ങനെ വെക്കണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് നമ്മൾ 2 ഇഞ്ച് വീതിയിൽ 2 കളറിലാണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. ഒന്ന് ബോഡി കളറും പിന്നെ ഒന്ന് വേറൊരു ഡിഫറെൻറ്റ് കളറുമാണ് എടുത്തിട്ടുള്ളത്. 2 ഇഞ്ച് വീതിയുണ്ട് കേട്ടോ. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കിയതിന് ശേഷം ഈ സൈഡിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കാം. അടിച്ചിട്ട് ഇതിനെ നന്നായിട്ട് തേച്ചെടുക്കുക കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് തേച്ചെടുത്താൽ മതി. എന്നിട്ടാണ് നമ്മൾ ഈ മെറ്റീരിയലിലേക്ക് വെച്ച് കൊടുക്കുന്നത്. കണ്ടതാ ഞാനങ്ങനെ മടക്കി തേച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വെക്കാൻ എളുപ്പമാണ് കേട്ടോ, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ യോക്ക് ഭാഗം നടുഭാഗം ഒന്ന് തേച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഒരു മാർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നുവെച്ചാൽ ഈ നടുഭാഗം കവർ ചെയ്ത് നിൽക്കണം നമ്മൾ ഓരോ പീസുകൾ പിടിപ്പിക്കുമ്പോഴും. പിന്നെ ഇത് പിടിപ്പിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ. അതിന് ക്ഷമയോടുകൂടെ ചെയ്യണം. ഞാനിത് മൊത്തത്തിൽ പിടിപ്പിക്കണം കാണിക്കുന്നില്ല. മൊത്തത്തിൽ പിടിപ്പിക്കണം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. ഞാൻ 1-2 എണ്ണം വെക്കണത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ തേച്ച് റെഡിയാക്കി വെച്ചേക്കണ പീസ് ഉണ്ടല്ലോ, അത് ഈ സംഭവത്തിൽ വെച്ച് കൊടുക്കണം. വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ആ നടുഭാഗം കവർ ചെയ്ത് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നീല പീസും എടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ ഒരു പിങ്ക് കളർ പീസ് ഉണ്ടല്ലോ അതും എടുത്തിട്ടുണ്ട് കേട്ടോ. പിങ്ക് അല്ല, ഓനിയൻ പിങ്ക് ഇല്ലേ, ആ കളറാണ് കേട്ടോ. പക്ഷേ ഇതിൽ കാണുമ്പോൾ ശരിക്കും പിങ്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അതിൻ്റെ മടക്ക് ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് അറ്റത്തേക്ക് വെക്കണമെന്നില്ല, നമുക്ക് വെക്കണത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ തുമ്പൊക്കെ വെട്ടി ലെവലാക്കിയിട്ട് ഇങ്ങനെ വെച്ച് നെക്കിന്ന് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത് നെക്ക് ഫിനിഷ് ചെയ്യണം. പിന്നീട് നെക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. ഇതാ കണ്ടോ, ഇങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ നമ്മളിപ്പോൾ അടിക്കുന്ന വശത്താണ് അതിൻ്റെ തുമ്പ് വശം, ചീത്ത വശം. നല്ല വശം മുകളിലേക്ക് നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ മടക്ക് ഭാഗം. അപ്പോൾ നോക്കി ഇങ്ങനെ ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കുക. അടിച്ചിട്ട് നമ്മുടെ ആ നടുഭാഗത്ത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടില്ലേ, അത് കവർ ചെയ്ത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് അടിക്കണം. അടിച്ചിട്ട് ഈ വര ഉണ്ടല്ലോ, വര കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നിട്ട് ഒരു 1/2 ഇഞ്ച് നീക്കി നിർത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ ഉടുപ്പുകളൊക്കെ തയ്ക്കുമ്പോൾ, ബർത്ത്ഡേ ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോൾ ഇതേപോലെയൊക്കെ തയ്ച്ച് നോക്കുക. എന്നിട്ട് ഈ 2 കളറിലുള്ള സ്കേർട്ട് താഴെ കൊടുത്താൽ മതി. അടിപൊളിയായിരിക്കും കേട്ടോ. കോൺട്രാസ്റ്റ് കളറായിരിക്കണേ, നല്ല ഭംഗിയായിരിക്കും. നെറ്റൊക്കെ വെച്ചിട്ട് തയ്ച്ചാലും നല്ല ഭംഗിയായിരിക്കും. നെറ്റ് വെച്ച് തയ്ക്കുമ്പോൾ ഇങ്ങനെ അടുപ്പിൻ്റെ തുമ്പൊക്കെ ട്രാൻസ്പെറൻ്റായിട്ട് കാണുമെന്നുണ്ടെങ്കിൽ സാറ്റിനൊക്കെ വെച്ചിട്ട് മോൾ ഭാഗമൊക്കെ ഫിനിഷ് ചെയ്യുക. താഴ്ഭാഗത്തേക്ക് അതേ സെയിം കളറ് നെറ്റ് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നമ്മൾ അടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡും അതേ പീസ് വെച്ച് തന്നെ അടിക്കുകയാണ് കേട്ടോ. കണ്ടതാ ഇങ്ങനെ. എന്നിട്ട് ഈ ഒരു നടുഭാഗം കറക്റ്റ് കീപ്പ് ചെയ്യണം കേട്ടോ. ചരിഞ്ഞൊന്നും പോവരുത്. ഇപ്പുറത്തേക്ക് ആ വരയുടെ ഇപ്പുറത്തേക്ക് നിർത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ഓരോ പീസും നമുക്ക് പിടിച്ച് അടിച്ച് കൊടുക്കണം. കണ്ടോ, ഇപ്പോൾ ഒരു പീസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നൂലൊക്കെ വെട്ടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പീസ് വെച്ച് കൊടുക്കാം.
അടുത്തത് നമുക്ക് നീല വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ 3 കളറാണ് നിങ്ങൾ വെക്കണമെങ്കിൽ ഇപ്പോൾ പിങ്ക് വെച്ചു, നീല വെച്ചു, ഇനി വേറൊരു കളറും കൂടെ വെച്ചു, അങ്ങനെ ഒരു 1/2 ഇഞ്ച് നമ്മളിവിടെ സ്പേസ് കൊടുക്കണം കേട്ടോ. ആ ഒരു പിങ്ക് കാണാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് സ്പേസ് ഇട്ടിട്ടാണ് നമ്മൾ ഈ നീല വെച്ച് കൊടുക്കുന്നത്. ഇത് തീരെ വീതി കുറഞ്ഞെടുക്കരുത് കേട്ടോ. തീരെ വീതി കുറഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തയ്യൽ തുമ്പൊക്കെ പുറത്തേക്ക് കാണും, പിന്നെ തയ്യൽ പുറത്തേക്ക് കാണും. അപ്പോൾ അതൊന്നും കാണാതിരിക്കുക, എന്നാലാണ് ഭംഗി ഉണ്ടാവുക കേട്ടോ, കൂടുതൽ ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഒരു 1/2 ഇഞ്ച് നമ്മൾ ആ പിങ്ക് കാണുന്ന രീതിയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനത്തെ ചൊറിഞ്ഞ പണിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ മോഡലായിട്ട് അടിക്കുക പണ്ട് മുതലേ ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. അങ്ങനെ ചെയ്ത് ഒരു ഐഡിയ മനസ്സിലേക്ക് വന്നപ്പോൾ നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. എനിക്ക് ആവശ്യമായിട്ട് ചെയ്യണമില്ല കേട്ടോ, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതും നീല നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് നീല വെച്ച് കൊടുക്കാം കേട്ടോ. ആ പിങ്കിൻ്റെ സൈഡിൽ നമുക്ക് നീല വെച്ച് കൊടുക്കാം. പിന്നെ വെക്കുമ്പോൾ ചുളിഞ്ഞൊന്നും പോകരുത് കേട്ടോ, കറക്റ്റായിട്ട് വെച്ച് വരണം, എന്നാലാണ് ലാസ്റ്റ് തേച്ചൊക്കെ എടുക്കുമ്പോൾ ഭംഗി ഉണ്ടാവുള്ളൂ. അതാ നീലയും കൂടെ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. മറ്റേ മറ്റേ സൈഡ് അടിച്ചതിൻ്റെ നൂല് കട്ടായിട്ടില്ല, അതാണ് ആ ചുളിങ്ങി വെക്കണം കേട്ടോ. നൂല് നമുക്ക് കട്ട് ചെയ്ത് കളയണം കേട്ടോ, എന്നാലാണ് നമുക്ക് നീറ്റായിട്ട് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ, നല്ല ഭംഗിയാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കാണാനായിട്ട്. പണ്ടുണ്ടല്ലോ ഞങ്ങൾ നൈറ്റിയൊക്കെ തയ്ക്കുമ്പോഴത്തേക്കും ഓല പോലെ ഇങ്ങനെ മെടഞ്ഞെടുക്കും. ഇങ്ങനെ 2 കളറൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് ഓല മെടയില്ലേ, അതേപോലെയൊക്കെ മെടഞ്ഞിട്ട് നൈറ്റിയുടെ ഉടുപ്പിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ചൊറിയണ പണി ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും വെച്ചാൽ മതി കേട്ടോ, ഒരുപാട് നീളത്തിലൊന്നും വെക്കണം എന്നില്ല. ആ നടുഭാഗം കവർ ചെയ്ത് നിൽക്കണം. ഇപ്പോൾ 2 എണ്ണം നമ്മൾ വെച്ചില്ല, അതേപോലെ ഫുള്ളായിട്ട് നമുക്ക് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ നോക്കി, ഞാൻ ഫുള്ളായിട്ട് വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഈ താഴേക്ക് ഈ കളറുകൾ വെച്ചിട്ട് തട്ടായിട്ട് പാവാട തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് അത് ഉടുപ്പായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. കൈ തയ്ക്കുമ്പോഴത്തേക്കും അതേപോലെ തന്നെ കളർ കോമ്പിനേഷൻ വെച്ചിട്ട് കൈ ഫുള്ളായിട്ട് ബ്ലൂ വെച്ചിട്ട് അതിൻ്റെ ഭാഗത്ത് ഈ പിങ്ക് കളറൊക്കെ വെച്ചിട്ട് ചെയ്യാം. സൈഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒറ്റ വെക്കാട്ടോ. കണ്ട ഇവിടം വരെ, അതേ നടുഭാഗത്ത് ഇവിടം വരെ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വെച്ചു. അത് കഴിഞ്ഞ് ഈ സൈഡിൽ ഇതേ ഒരു നീല വെച്ചു, പിങ്ക് വെച്ചു, നീല വെച്ചു, പിങ്ക് വെച്ചു, അങ്ങനെ വെച്ച് പോകും. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് വെച്ചേക്കാം. ഈ നടുഭാഗത്തൊക്കെ ബട്ടണൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അതുകൂടെ ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ ചേരണം എന്നുള്ളവർ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക, എന്നെ വിളിക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായാലും ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരണമായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.